ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലെ. നമ്മുടെ ധാരണകളെയെല്ലാം നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ട് പ്രപഞ്ചം അതിൻ്റെ നിഗൂഢതകൾ ഓരോന്നായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഓരോ പുതിയ കണ്ടെത്തലുകളും ഒരു പഴയ ചോദ്യത്തിനുള്ള ഉത്തരമായി മാറുമ്പോൾ തന്നെ 10ഓളം പുതിയ ചോദ്യങ്ങൾ ഉയർന്നു വരികയും പ്രപഞ്ചമൊരു മായ കാഴ്ചയാണെന്ന് തെളിയിക്കുകയും ചില അതിശയകരവും അതേസമയം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമായ കണ്ടെത്തലുകൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ആ കണ്ടെത്തലുകളിൽ കൂടെ നമുക്കൊരു യാത്ര പോകാം. നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. അവയെല്ലാം തന്നെ പ്രധാനമായും 3 ആകൃതികളിലുമാണ് കാണപ്പെടുക. സ്പൈറലോ, എലിപ്റ്റിക്കലോ, അതുമല്ലെങ്കിൽ ഇറഗുലറോ. എന്നാൽ ഈ 3 ഗണങ്ങളിലും ഉൾപ്പെടാത്ത ഒരു വിചിത്ര ഗാലക്സിയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഹോഗ്സ് ഒബ്ജക്റ്റ്. 1950 അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ആർതർ ഹോക്ക് കണ്ടെത്തിയ ഈ നെബുല 2002 ഹബിൾ ബഹിരാകാശ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കൂടുതൽ വ്യക്തമായ പഠനങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതൊരു നെബുലയല്ല, മറിച്ച് 62 കോടി പ്രകാശവർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലക്സിയാണെന്ന് നമുക്ക് തിരിച്ചറിയുകയും ചെയ്തു. ഈ ഗാലക്സിയുടെ രൂപം കണ്ടാൽ ആരുമൊന്ന് അത്ഭുതപ്പെടും. ഒരു മധ്യഭാഗവും അതിനു ചുറ്റും ഒരു വലിയ നീലവളയവും. ഇതാണ് ഹോഗ്സ് ഒബ്ജക്റ്റ്. മധ്യഭാഗത്തിന് നേരിയ ഒരു ചുവപ്പ് നിറമുണ്ട്. ഇത് പുരാതന നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ കേന്ദ്രത്തിനും പുറം വളയത്തിനുമിടയിൽ ഏകദേശം 70,000 പ്രകാശവർഷങ്ങൾ ദൂരമുള്ള ഒരു വലിയ ശൂന്യതയുണ്ട്. ഈ ശൂന്യതയിലൂടെ അകലെയുള്ള ഗാലക്സികളെപ്പോലും നമുക്ക് കാണുവാനും സാധിക്കും. ഈ ഗാലക്സിയുടെ മധ്യഭാഗവും അറ്റവും തമ്മിലുള്ള ഭാഗം ആരോ മനഃപൂർവ്വം നശിപ്പിച്ച് കളഞ്ഞതുപോലെ. ഇങ്ങനെയൊരു രൂപം എങ്ങനെ വന്നു എന്നതിന് വ്യക്തമായ ഒരു സിദ്ധാന്തവും നിലവിലില്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ഗാലക്സി ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയത് കൊണ്ടാകാം ഈ രൂപമാറ്റം വന്നതെന്ന ഒരു സംശയം മാത്രമാണ് നമ്മുടെ ശാസ്ത്രലോകത്തിനുള്ളത്. ഹോഗ്സ് ഒബ്ജക്റ്റ് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വിചിത്രവും അപൂർവവുമായ രൂപങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്കെല്ലാം സൂര്യൻ എന്നൊരു നക്ഷത്രമുണ്ട്. എന്നാൽ നക്ഷത്രങ്ങളില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഗ്രഹങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒറിയോൺ നെബുലയെ 2023 ജെയിംസ് വെബ് ടെലിസ്കോപ്പ് നിരീക്ഷിച്ച സമയം നമ്മൾ കണ്ടെത്തിയത് ഇങ്ങനെയുള്ള 40 ഗ്രഹങ്ങളെയാണ്. ഇതിൽ കൗതുകകരമായ കാര്യമിതാണ്, ഇവയെല്ലാം തന്നെ ബൈനറി ഗ്രഹങ്ങളായിരുന്നു. അതായത് 2 ഗ്രഹങ്ങൾ പരസ്പരം വലയം വെച്ചുകൊണ്ട് ബഹിരാകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു. ജൂപ്പിറ്റർ മാസ് ബൈനറി ഒബ്ജക്റ്റ് അഥവാ ജംബോസ് എന്നാണ് ശാസ്ത്രലോകം ഇവയെ വിളിക്കുന്നത്. വ്യാഴത്തിന് സമാനമായ വലിപ്പവും പിണ്ഡവുമുള്ള ഈ ഗ്രഹങ്ങൾക്ക് ഒറ്റയ്ക്ക് രൂപപ്പെടുവാനായി സാധിക്കുകയില്ല. ഒരു നക്ഷത്ര വ്യവസ്ഥയുടെ ഭാഗമായാണ് സാധാരണ ഇത്തരം ഗ്രഹങ്ങൾ രൂപം കൊള്ളുക. അങ്ങനെയെങ്കിൽ ഈ ജംബോകൾ എവിടെ നിന്ന് വന്നു? ഒരു സാധ്യത നക്ഷത്ര വ്യവസ്ഥകളിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഗ്രഹങ്ങളായിരിക്കാം ഇവ എന്നതാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണവ ബൈനറികളായി തുടരുന്നത് എന്ന ചോദ്യം ബാക്കിയായി വരും. നക്ഷത്ര വ്യവസ്ഥയിൽ നിന്ന് ഗ്രഹങ്ങൾ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയ വളരെ അക്രമാസക്തമായതിനാൽ തന്നെ ഒരുമിച്ചുണ്ടായിരുന്ന ഗ്രഹങ്ങൾ പോലും സാധാരണ 2ആയി വേർപിരിയുകയാണ്. ആകസ്മികമായി 1-2 ബൈനറി ഗ്രഹങ്ങൾ പുറന്തള്ളപ്പെടാമെങ്കിലും 40ഓളം ഗ്രഹങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പുറന്തള്ളപ്പെട്ടു. അതിനുള്ള സാധ്യത 0 അതേപോലെ നക്ഷത്ര വ്യവസ്ഥകളിൽ നിന്നും പുറത്തു വന്ന ശേഷം ഈ ഗ്രഹങ്ങൾ പരസ്പരം ആകർഷിച്ച് ബൈനറി ആയതാകാനും സാധ്യതയുണ്ട്. പക്ഷേ അതും വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ജംബോകൾ എങ്ങനെ രൂപം കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല. ഈ പ്രതിഭാസം
ഗ്രഹങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒന്നുമാണ്. പ്രപഞ്ചത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പകർത്തിയ ആദ്യ ചിത്രങ്ങൾ ലോകത്തെ ആകെ അമ്പരിപ്പിച്ചിരുന്നു. സ്മാക് 0723 എന്ന ഗാലക്സി ക്ലസ്റ്ററിൻ്റെ 400 കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ദൃശ്യങ്ങളിൽ തിളക്കമുള്ള ചുവന്ന ഗാലക്സികളെ കണ്ടെത്തുവാനായി ശാസ്ത്രലോകത്തിന് സാധിച്ചു. ഈ ഗാലക്സികൾക്ക് ചുവപ്പ് നിറം വരുവാനുണ്ടായിരുന്ന കാരണം അവ നമ്മളിൽ നിന്നും അത്രയധികം അകലെയായതുകൊണ്ട് പ്രകാശകിരണങ്ങൾ ദൂരം സഞ്ചരിക്കുമ്പോൾ പ്രപഞ്ച വികാസം കാരണം അവ വലിച്ചു നീട്ടപ്പെടുന്നു. ഇത് അവയുടെ നിറം ചുവപ്പാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ചുവന്ന നിറം സൂചിപ്പിക്കുന്നത് അവയ്ക്ക് അതിപുരാതനമായ പ്രായമുണ്ട് എന്നതാണ്. ഗവേഷകർ ഈ ഗാലക്സികളുടെ പ്രായം കണക്കാക്കിയപ്പോൾ അത്ഭുതപ്പെടുകയുണ്ടായി. പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭഘട്ടമായ ബിഗ് ബാങ്ങിന് ശേഷം വെറും 30-70 കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവ രൂപം കൊണ്ടിരുന്നു. ഇത് നമ്മുടെ മുൻധാരണകളെ തീർത്തും തകർക്കുന്ന ഒന്നായിരുന്നു. കാരണം വലിയ ഗാലക്സികൾ രൂപം കൊള്ളുവാൻ കുറഞ്ഞത് 100 കോടി വർഷങ്ങളെങ്കിലും എടുക്കുമെന്നാണ് അന്നുവരെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഈ പുതിയ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ബാല്യത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ ഗാലക്സികൾ നിലനിന്നിരുന്നു എന്നതാണ്. രണ്ടാമതായി നേരിട്ട ഒരു വെല്ലുവിളി ഇതായിരുന്നു. സാധാരണഗതിയിൽ പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ട ഗാലക്സികൾ ചെറുതും ക്രമരഹിതവുമായിരുന്നു. പുകപടലങ്ങൾ പോലെ തോന്നിക്കുന്ന അവ കാലക്രമേണ കൂടിച്ചേർന്നാണ് വലിയ ഗാലക്സികളായി മാറിയതെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ ഈ ചുവന്ന ഗാലക്സികൾക്ക് നമ്മുടെ ക്ഷീരപഥത്തിന് സമാനമായി 10,000 കോടിയോളം നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷിയുണ്ടായിരുന്നു. വെറും 70 കോടി വർഷങ്ങൾക്കുള്ളിൽ ക്ഷീരപഥത്തോളം വലുപ്പമുള്ള ഗാലക്സികൾ എങ്ങനെ രൂപപ്പെട്ടു? ആവശ്യമായ അസംസ്കൃത വസ്തുക്കളോ അവയെ ഒരുമിച്ച് നിർത്തുവാൻ ആവശ്യമായ ഡാർക്ക് മാറ്ററോ അന്ന് വേണ്ടത്ര ലഭ്യമായിരുന്നുമില്ല. പ്രപഞ്ച നിയമങ്ങളെ തകർക്കുന്നവ അഥവാ യൂണിവേഴ്സ് ബ്രേക്കേഴ്സ് എന്നാണ് ശാസ്ത്രലോകം ഇവരെ വിശേഷിപ്പിക്കുന്നത്. ഇവയുടെ ഉത്ഭവത്തെക്കുറിച്ച് നിലവിൽ ചില സിദ്ധാന്തങ്ങളുണ്ട്. ഒരു പക്ഷെ ഇവ ഗാലക്സികളല്ലായിരിക്കാമെന്നും മറിച്ച് അത്യന്തം ശോഭയുള്ള ക്വാസേഴ്സുകളായിരിക്കാമെന്നും ബ്ലാക്ക് ഹോളുകളുടെ തീവ്രരൂപമായ ക്വാസറുകൾക്ക് പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളായി മാറുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദൂരെ കൂടുതൽ കാരണം അവ വലിയ ഗാലക്സികളായി ഒരുപക്ഷെ നമുക്ക് തോന്നുന്നതുമായിരിക്കാം. ഈ ചോദ്യം ഇന്നും നമ്മുടെ ശാസ്ത്രലോകത്തിന് ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളിൽ ഒന്നുമാണ്. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ വസ്തുക്കളിലൊന്നാണ് ബ്ലാക്ക് ഹോളുകൾ അഥവാ തമോ ഗർത്തങ്ങൾ. എന്നാൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കണ്ടെത്തിയ ചില അതിപുരാതനമായ ബ്ലാക്ക് ഹോളുകൾ അവയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. 2023 ഏപ്രിൽ JWST CIS 1019 എന്ന ഗാലക്സിയുടെ മധ്യഭാഗത്തുള്ള ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം പകർത്തുകയുണ്ടായി. ഇതിന് നമ്മുടെ സൂര്യൻ്റെ 1 കോടി മടങ്ങോളം പിണ്ഡമുണ്ട്. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്നത് ഇത് ബിഗ് ബാങ്ങിന് ശേഷം വെറും 57 കോടി വർഷങ്ങൾക്കുള്ളിൽ രൂപപ്പെട്ടു എന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ ബാല്യത്തിൽ ഇത്രയും വലിയൊരു ബ്ലാക്ക് ഹോൾ തീർത്തും അസാധ്യമായ കാര്യങ്ങളിലൊന്നാണ്. പിന്നീട് JWST നടത്തിയ തുടർ പഠനങ്ങളിൽ GN-C11 എന്ന ഒരു ഗാലക്സിയിൽ മറ്റൊരു ബ്ലാക്ക് ഹോളിനെ നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ഇത് ഇന്നേ വരെ നമ്മൾ കണ്ടെത്തിയതിൽ വെച്ചും ഏറ്റവും അകലെയുള്ള ഗാലക്സികൾ ഒന്നാണ്. ഇതിലെ ബ്ലാക്ക് ഹോളിന് സൂര്യൻ്റെ 16 ലക്ഷം മടങ്ങ് പിണ്ഡമേയുള്ളൂ. എന്നാൽ CIS 1019 പഴക്കം ഇതിനുണ്ട്. ഇത് ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം 40 കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ രൂപപ്പെട്ടു വന്നതായി കണക്കാക്കുന്നു.
നിലവിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ തന്നെ ഏറ്റവും പഴയ ബ്ലാക്ക് ഹോളാണിത്. നമ്മുടെ നിലവിലെ ധാരണകളനുസരിച്ച് വളരെ വലിയ നക്ഷത്രങ്ങൾ അവയുടെ ഇന്ധനം തീർന്ന് സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുമ്പോഴാണ് ബ്ലാക്ക് ഹോളുകൾ രൂപം കൊള്ളുന്നത്. പിന്നീട് അവ പദാർത്ഥങ്ങളെ വലിച്ചെടുക്കുകയും വളരുകയും ചെയ്യുന്നു. എന്നാൽ വെറും 40-50 കോടി വർഷങ്ങൾ കൊണ്ട് ഇത്രയും ഭീമാകാരന്മാരായ ബ്ലാക്ക് ഹോളുകൾ എങ്ങനെ രൂപം കൊണ്ടുവന്നു എന്നതിന് ശാസ്ത്രലോകത്തിന് യാതൊരു ഉത്തരവുമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്നാൽ ചില സിദ്ധാന്തങ്ങളും മുന്നോട്ട് വയ്ക്കുകയുണ്ട്. ഒരു പക്ഷേ നക്ഷത്രങ്ങൾ നശിക്കുന്നതിന് പകരം വൻതോതിൽ പദാർത്ഥങ്ങൾ ഒരുമിച്ച് കൂടി നേരിട്ട് അവയൊരു ബ്ലാക്ക് ഹോളായി മാറിയതാകാം. അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലങ്ങളിൽ സൂര്യൻ്റെ 100 കണക്കിനോ 1000 മടങ്ങോ പിണ്ഡമുള്ള ഭീമാകാരന്മാരായ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്നും ഇവ വളരെ വേഗം നശിച്ച ബ്ലാക്ക് ഹോളുകളായി രൂപം മാറിയതായിരിക്കാമെന്നും പിന്നീട് അവ വളർന്ന് ഈ അതിപുരാതനമായ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകളായി പര്യവസാനിച്ചതുമായിരിക്കാമെന്നും. ചിലപ്പോൾ ബിഗ് ബാങ്ങിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ രൂപപ്പെട്ട പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോളുകളായിരിക്കാം ഇവയെന്നും കാലക്രമേണ വളർന്ന് വലുതായിരിക്കാമെന്നും. അങ്ങനെ സിദ്ധാന്തങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ കൂടെ ശാസ്ത്രലോകത്തിന് ഇന്നും ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. സോ അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ശാസ്ത്രലോകത്തിന് അറിയാത്ത എല്ലാ ചോദ്യങ്ങൾക്കും കാലം മുൻപോട്ട് പോകുമ്പോൾ ശാസ്ത്രലോകം വ്യക്തമായ ഉത്തരം തരികയും ചെയ്യും. സോ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.